ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ചാപ്റ്ററിലെ അലവൻസസ് എന്നുള്ളൊരു ഹെഡാണ്. അതിന് മുമ്പ് നമുക്ക് സാലറി എന്താണെന്ന് അറിയണം അല്ലേ. സാലറി മീൻസ് എനി റെമുനറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് സർവീസ് ഈസ് കോൾഡ് സാലറി. It includes monetary and non-monetary benefits or facilities provided by an employer to his employee. അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ബെനിഫിറ്റ് മേ ബി എയ്തർ മോണിറ്ററി ഓർ നോൺ മോണിറ്ററി. മോണിറ്ററി ഇൻ ദ സെൻസ് ക്യാഷ് അല്ലേ, അതർ ദാൻ മോണിറ്ററി മീൻസ് കൈൻഡ്. അപ്പോൾ ബെനിഫിറ്റ് ആർ ഓഫ് ടു ടൈപ്സ്, ക്യാഷ് ഓർ കൈൻഡ്. ദെൻ അലവൻസസ് ആർ ആൾവേസ് ഇൻ ക്യാഷ് ബേസിസ് അല്ലേ. ദെൻ കൈൻഡ് ബേസിസിൽ അല്ലെങ്കിൽ അതർ ദാൻ ക്യാഷ് ആണ് പെർക്വിസിറ്റ്സ്. മനസ്സിലായോ? നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അലവൻസിനെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? അലവൻസസ് ആർ ആൾവേസ് ഇൻ ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ ബെനിഫിറ്റ് മേ ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അല്ലേ. എക്സാമ്പിൾസ് നമുക്ക് എന്ത് പറയാം? അലവൻസസ്. മനസ്സിലായോ? ആ അലവൻസിന്റെ ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് അലവൻസ്? അലവൻസ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി paid regularly by the employer in addition to basic salary in order to meet some official and personal expense of the employee. മനസ്സിലായോ? എക്സാമ്പിൾ മെഡിക്കൽ അലവൻസ് ടു മീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്, ട്രാവലിംഗ് അലവൻസസ് ടു മീറ്റ് ട്രാവലിംഗ് എക്സ്പെൻസസ് എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അലവൻസ് പറഞ്ഞാൽ അലവൻസസ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് റെഗുലർലി ബൈ ദ എംപ്ലോയർ in addition to basic salary in order to meet some personal and official expense of the employee. Example endu paraya? Medical allowance to meet medical expenses, traveling allowances to meet traveling expenses etc. Then from the point of view of income tax, allowances can be of three types. First one is fully taxable allowances. Then second one, allowances exempt up to a specified limit അല്ലെങ്കിൽ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് എന്നൊക്കെ പറയും. ദെൻ തേർഡ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. മനസ്സിലായോ? അലവൻസസ് ആർ ഓഫ് ത്രീ ടൈപ്സ്. ഒന്ന് ഫുള്ളി ടാക്സബിൾ അലവൻസസ്, ദെൻ സെക്കൻഡ് വൺ അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് അല്ലെങ്കിൽ അതിനെ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ് എന്ന് പറയുന്നു. ദെൻ തേർഡ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? നമ്മൾ അലവൻസസ് ആർ ഓഫ് ത്രീ ടൈപ്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസസ്, സെക്കൻഡ് വൺ അലവൻസ് എക്സെപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, ദെൻ തേർഡ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. അതിൽ ഫസ്റ്റ് വൺ ഫുള്ളി ടാക്സബിൾ അലവൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവന്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, നോൺ പ്രാക്ടീസിംഗ് അലവൻസ്, hill allowance, warden allowance or proctor allowance, deputation allowance, overtime allowance, other allowance unless specifically exempt. അപ്പോൾ നമുക്ക് 12 എണ്ണമാണ് ഇതിൽ. ഫസ്റ്റ് ഫുള്ളി ടാക്സബിൾ അലവൻസിൽ ഒരു 12 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ഈസ് പെയ്ഡ് ടു എംപ്ലോയീസ് ടു കോമ്പൻസേറ്റ് ഫോർ റൈസ് ഇൻ പ്രൈസ് ലെവൽ, that is to meet the increased cost of living. DA are of two types. First one, DA given under terms of employment. Second one, DA not given under terms of employment. അപ്പോൾ DA given under terms of employment വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ this means DA is considered along with basic pay to determine retirement benefits like pension, gratuity etc. Then second point, DA not given under terms of employment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this means DA is not given under the terms of employment. മനസ്സിലായോ? ഇതിൽ നമ്മൾ എന്ത് ചെയ്യില്ല? റിട്ടയർമെന്റ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഗിവൺ അണ്ടർ ടേംസ് പറഞ്ഞാൽ അത് എടുക്കില്ല. മനസ്സിലായോ? ഒന്നും പറഞ്ഞില്ല ക്വസ്റ്റ്യനിൽ. ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റും പറഞ്ഞില്ല, നോട്ട് ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് നോട്ട് ഗിവൺ അണ്ടർ ദ ടേംസ് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടില്ല അല്ലേ. അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുള്ളൂ.
ഇല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. അത് ഓർത്തിരിക്കണം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. പിന്നെ അടുത്തത് ഡിയർനെസ് പേ ആണ് അല്ലേ. ദ ഹോൾ ഓർ വെൻ ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി ഡിയർനെസ് അലവൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിയർനെസ് പേ ഇറ്റ് ബിക്കംസ് ആൾസോ പാർട്ട് ഓഫ് സാലറി. മനസ്സിലായോ? ഡിയർനെസ് പേ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ബേസിക് പേയിൻ്റെ കൂടെ അതർ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി തേർഡ് പോയിന്റ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ അടുത്തത് ടിഫിൻ അലവൻസ്. ടിഫിൻ അലവൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ഫോർ ലഞ്ച് ആൻഡ് റിഫ്രഷ്മെന്റ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മീൽസ് അലവൻസ് അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് അലവൻസ് എന്നൊക്കെ പറയും അല്ലേ. ദെൻ അടുത്തത് സർവന്റ് അലവൻസ്. സർവന്റ് അലവൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഫോർ ലോ പെയ്ഡ് എംപ്ലോയി നോട്ട് ബീയിങ് ആൻ ഓഫീസർ അല്ലേ. ആർക്കാണെങ്കിലും അത് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയി അല്ലേ. അവരെ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സ്റ്റാറ്റസ് ഒന്നും നോക്കില്ല. ലോ പെയ്ഡ് എംപ്ലോയി ആയിക്കോട്ടെ, ഒഫീഷ്യൽ എംപ്ലോയി ആയിക്കോട്ടെ, എല്ലാവരുടെ കേസിലും എന്ത് ചെയ്യും? സർവന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ അടുത്തത് city compensatory allowance. This allowance is paid to employee who are posted in big cities to compensate the high cost of living in metropolitan city or big cities. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിക്ക് നമുക്ക് ട്രാൻസ്ഫറോ മറ്റോ കിട്ടുമ്പോൾ ആ അലവൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പൻസേറ്ററി അലവൻസ് എന്ത് ചെയ്യുന്നു? എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ദെൻ അടുത്തത് നോൺ പ്രാക്ടീസിങ് അലവൻസ്. ഇറ്റ് ഈസ് ജനറലി ഗിവൺ ടു those medical doctors who are in government service doctors ആയിരിക്കും and they are banned from doing private practices. It is fully taxable. മനസ്സിലായോ? ദെൻ അടുത്തത് ഹിൽ അലവൻസ് ആണ്. ഹിൽ അലവൻസ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഹില്ലി ഏരിയ on account of high cost of living in hilly area compared to plain area. Then it is fully taxable ആണ് if the place is located at less than 1000 meter height from sea level. Then അടുത്തത് വാർഡൻ അലവൻസ് ഓർ പ്രോക്ടർ അലവൻസ് ആണ്. These allowance are given in educational institutions who are working as warden of the hostel and or working as proctor in the institution. Then അടുത്ത പോയിന്റ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ആണ്. When an employee is sent from his permanent place of service to some other place or institution or organization or on deputation for a temporary period. അല്ലേ? അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഡെപ്യൂട്ടേഷൻ അലവൻസ്. Then overtime allowances. When an employee works for extra hours over and above his normal hour of duty, he is given overtime allowance as extra wages. It is also fully taxable. Then അടുത്തത് അതർ അലവൻസ് അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റ് അല്ലേ. നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ അലവൻസ് എക്സംപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് പറഞ്ഞിട്ട് എക്സംപ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒന്നും പറയാത്തത് അല്ലേ, ഫുള്ളി എക്സംപ്റ്റഡും പാർഷ്യലി എക്സംപ്റ്റഡ് ഒന്നും പറയാത്ത ബാക്കിയുള്ള എന്ത് അലവൻസ് വന്നാലും ദാറ്റ് വിൽ കം അണ്ടർ ദ ഹെഡ് ഫുള്ളി ടാക്സബിൾ അലവൻസസ്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഇതിലൊരു 12 പോയിന്റ് ഉണ്ട്. 12 പോയിന്റ് കാണാതെ പഠിക്കുക. അതൊക്കെ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹെഡിൽ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും, എഴുതണം. എഴുതിയിട്ട് അതിൽ എത്ര എമൗണ്ട് തന്നു അത് നമ്മൾ ടോട്ടൽ കൂട്ടുമ്പോൾ എടുക്കണം. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഡിയർനെസ് അലവൻസ് ആണ്. അത് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞിട്ട് തരും. നോട്ട് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറയും. അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറയുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കണം. നോട്ട് അണ്ടർ ദ ടേംസ് പറഞ്ഞാൽ നമ്മളത് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊന്നും എടുക്കില്ല. മനസ്സിലായോ? ദെൻ അടുത്ത ഡി പി അല്ലെങ്കിൽ ഡിയർനെസ് പേ പറയുന്നത് അത് ഡിയർനെസ് അലവൻസിന്റെ ഒരു പാർട്ടാണ് ഡിയർനെസ് പേ. അത് ബേസിക് പേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. അടുത്തത് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, അതും ഫുള്ളി ടാക്സബിൾ ആണ്. ടിഫിൻ അലവൻസ്, ദെൻ സർവന്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അല്ലെങ്കിൽ CCA പറയും. പിന്നെ എന്ത് പറയും? CCA. ദെൻ നോൺ പ്രാക്ടീസിങ് അലവൻസ്, അത് ഡോക്ടേഴ്സിനാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അല്ലെ. ഒരു പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെ, പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ പ്രാക്ടീസിങ് അലവൻസ്. ദെൻ വാർഡൻ അലവൻസ് ഓർ
പ്രോക്ടർ അലവൻസ് അല്ലേ, നമ്മൾ കാര്യസ്ഥൻ അല്ലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യസ്ഥൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാർഡൻ, ഹോസ്റ്റലിലെ വാർഡൻ എന്നൊക്കെ പറയില്ലേ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹോസ്റ്റലിലെ വാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അലവൻസ് ഒക്കെ നമ്മൾ ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഡെപ്യൂട്ടേഷൻ അലവൻസ് അല്ലെ, ഒരു പെർമനന്റ് എംപ്ലോയി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്തോ ഡെപ്യൂട്ടേഷൻ ടെമ്പററി പീരീഡിൽ വേറൊരു സ്ഥലത്തേക്ക് ഡെപ്യൂട്ടേഷൻ വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾ കൊടുക്കുന്ന അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഓവർ ടൈം അലവൻസ് അല്ലെ, നോർമൽ അവർ കൂടാണ്ട് നമ്മൾ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ബെനിഫിറ്റും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ അതർ അലവൻസ് അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലാതെ ബാക്കിയുള്ള എല്ലാ അലവൻസും ഈ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പറയും. എക്സംപ്റ്റഡ് അലവൻസും പാർഷ്യലി എക്സംപ്റ്റഡും, അതല്ലാത്ത എല്ലാ ഐറ്റംസും നമ്മൾ ഫുള്ളി ടാക്സബിൾ എന്നുള്ള ഹെഡിൽ എടുക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ 12 പോയിന്റ് ഉണ്ട് എന്തില്, ഫുള്ളി ടാക്സബിൾ അലവൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നന്നായി പഠിക്കണം, ഹെഡിങ് മനസ്സിലാക്കി ഓരോന്നും നമ്മൾ ആ 12 പോയിന്റ് ഒരു ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. നമ്മൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഫുള്ളി ടാക്സബിൾ അലവൻസിൽ ലാസ്റ്റ് പോയിന്റ് 12ാമത്തെ പോയിന്റ് അതർ അലവൻസസ് അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് പറയാം. ഫാമിലി അലവൻസ്, മാരേജ് അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇന്ററിം റിലീഫ് അലവൻസ് എക്സെട്ര. അലവൻസിന്റെ സെക്കൻഡ് കാറ്റഗറി അലവൻസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് എന്നുള്ളതിൽ അല്ലെ, അതിൽ ഫസ്റ്റ് വൺ ഹൗസ് റെന്റ് അലവൻസ് HRA എന്ന് പറയും, മനസ്സിലായോ. സെക്കൻഡ് വൺ എന്റർടൈൻമെന്റ് അലവൻസ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ HRAയിലൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്, എന്റർടൈൻമെന്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്കുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം. ഓർത്ത് വെക്കുക, പോയിന്റ് ഇപ്പോൾ ഓർത്ത് വെക്കുക. ദെൻ തേർഡ് പോയിന്റ് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് സർട്ടൺ എക്സ്പെൻഡിച്ചർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 പ്രകാരം അല്ലേ. അപ്പോൾ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് സർട്ടൺ എക്സ്പെൻഡിച്ചർ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി സെക്ഷൻ 10 സബ്സെക്ഷൻ 41. Then special allowance for meeting personal expense of employee section 10 subsection 42. മനസ്സിലായോ. ഇതിൽ ഈ രണ്ട് കാറ്റഗറിയിലും എക്സ്ട്രാ കുറേ പോയിന്റ്സ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേൽ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്യുന്നതിൽ ഒരു 6 പോയിന്റ് ആണുള്ളത്, മനസ്സിലായോ. പിന്നെ പേഴ്സണൽ എക്സ്പെൻസിൽ ഒരു 10 പോയിന്റ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ്സ് പറയാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിൽ ആദ്യത്തെ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14(1) പ്രകാരം നമ്മൾ ഫസ്റ്റ് വൺ ട്രാവലിംഗ് അലവൻസ്. എന്താണ് ട്രാവലിംഗ് അലവൻസ്? സെക്കൻഡ് വൺ ഡെയിലി അലവൻസ്, ദെൻ കൺവേയൻസ് അലവൻസ്, ദെൻ ഫോർത്ത് വൺ helper allowance, fifth one academic allowance, then sixth one uniform allowance. അപ്പോൾ 6 പോയിന്റ് ഉള്ളത് എന്താണ്? TACHAU കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. താരാദത്ത് ചൗധരി ഹാസ് ആന്റി ആൻഡ് അങ്കിൾ. എളുപ്പത്തിൽ ഓർക്കാൻ പറ്റില്ലേ? താരാദത്തിന്റെ ടി എന്താണ്? ട്രാവലിംഗ് അലവൻസ്. ഡി എന്താണ്? ഡെയിലി അലവൻസ്. സി എന്താണ്? കൺവേയൻസ് അലവൻസ്. എച്ച് എന്താണ്? ഹെൽപ്പർ അലവൻസ്. ദെൻ അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഷോർട്ട് ഫോം ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ പോയിന്റുകൾ 6 പോയിന്റുകളും ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി എന്നുള്ള ഹെഡിൽ ഈസി ആയിട്ട് ഒരു 6 പോയിന്റ് ഓർക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഈ ഇതിൽ എങ്ങനെയാണ് എക്സംഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. മനസ്സിലായോ? ഈ 2 കേസിലും എത്ര എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റിൽ എന്ത് പറയേണ്ടത്? ആക്ച്വൽ റിസീവ്ഡ് ഓർ ആക്ച്വൽ സ്പെൻഡ് വിച്ച് എവർ ഈസ് ലെസ്. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സംഷൻ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഏത് എമൗണ്ടാണ് എക്സംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? നമുക്ക് ആക്ച്വൽ റിസീവ് ചെയ്യാം ഓർ ആക്ച്വൽ സ്പെൻഡ് ചെയ്യാം വിച്ച് എവർ ഈസ് ലെസ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമുക്ക് എംപ്ലോയർ ഒരു ട്രാവലിംഗ് അലവൻസിന് മറ്റൊരു 5000 രൂപ തന്നു. നമുക്ക് ആക്ച്വലി സ്പെൻഡ് ചെയ്തത് നമ്മൾ 3000 രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? അപ്പോൾ 5000ത്ത് 3000 പോയാൽ ബാക്കി 2000 ടാക്സ് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ റിസീവ്ഡ് ഓർ ആക്ച്വൽ സ്പെൻഡ് വിച്ച് എവർ ഈസ് ലെസ്, അതാണ് നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. അതാണ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചറിന്റെ ഹിന്ദിയിൽ ഓർക്കേണ്ടത്. ഇത് മെയിൻ പോയിന്റ് ആണ്. എത്ര എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ?
സെക്കൻഡ് പോയിന്റ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയി എന്നുള്ളതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 14(2) പ്രകാരം. അതിലൊരു 10 ഉണ്ട്. അത് ഞാൻ പറയാം, പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതിൽ കൂടുതലുണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 10 ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ പോയിന്റ് നോക്കിയോളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ്. ഇവിടെ ട്രാവലിംഗ് അലവൻസ് ആണ്, ഇവിടെ ട്രാൻസ്പോർട്ട് അലവൻസ്, ദെൻ അണ്ടർഗ്രൗണ്ട് അലവൻസ്, അലവൻസസ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്, ദെൻ ഹിൽ ഏരിയ അലവൻസ്, ട്രൈബൽ ഏരിയ അലവൻസ്, ഐലൻഡ് അലവൻസ്, ബ്രോഡ് ഏരിയ അലവൻസ്, ഹൈലി ഫീൽഡ് ആക്റ്റീവ് ഏരിയ അലവൻസ്. ഇങ്ങനെയുള്ളൊരു 10 പോയിന്റുകളാണ് ഞാനിവിടെ പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചറിൽ എക്സംപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏതാണ്? ആക്ച്വൽ റിസീവ്ഡ് ഓർ ആക്ച്വൽ സ്പെൻഡ് വിച്ച് എവർ ഈസ് ലെസ് ആണ് ആദ്യത്തെ കേസിൽ എക്സംപ്റ്റ് ചെയ്യണം. ഈ കേസിൽ എക്സംപ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആക്ച്വൽ റിസീവ്ഡ് ഓർ ലിമിറ്റ് വിച്ച് എവർ ഈസ് ലെസ്. ആക്ച്വൽ സ്പെൻഡ് ഹാസ് നോ റിലവൻസ്. മനസ്സിലായി? ആക്ച്വലി സ്പെൻഡ് ആയതിന് ഒരു റെലവൻസ് ഈ പോയിന്റിലില്ല. അവിടെ ആക്ച്വൽ റിസീവ്ഡും ലിമിറ്റ് തരും. ഇപ്പൊ നമുക്ക് ലിമിറ്റ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ₹100 പെർ മന്ത് അല്ലേ, അപ് ടു മാക്സിമം 2 ചിൽഡ്രന് തരും എന്ന് പറയും അല്ലേ. അപ്പൊ നമ്മൾ ആ 100 രൂപയാണ്, ഒരു കുട്ടിക്ക് 100 രൂപയാണ് നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് തരുന്നത് പെർ മന്ത് അല്ലെ. അങ്ങനെ എത്ര കുട്ടിക്ക് തരും? മാക്സിമം 2 കുട്ടിക്ക് മാത്രം. അലവൻസ് എന്നുള്ള ഹെഡിലെ സെക്കൻഡ് കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണത്. സെക്കൻഡ് കാറ്റഗറി എന്താണ്? അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് എന്നുള്ള ഹെഡാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. സെക്കൻഡ് വൺ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ ഡിഡക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്നുണ്ടായിരുന്നു അല്ലേ, ഏതൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞ അവിടെ ജസ്റ്റ് ഹിൻറ്റ് തന്നു. ഇനി നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസും എൻ്റർടൈൻമെൻറ്റ് അലവൻസും അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെ ഒരു പ്രോബ്ലമായി ചെയ്യണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തേർഡ് വൺ തൊട്ട് ഇപ്പോൾ നോക്കുക. തേർഡ് വൺ എന്താ നോക്കൂ. സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് സർട്ടൺ എക്സ്പെൻഡിച്ചർ, സെക്ഷൻ 10 സബ്സെക്ഷൻ 14 പറയണത്. അവിടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് സർട്ടൺ അലവൻസസ് വിച്ച് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. There are 2 types of special allowance ഉണ്ട്. First one, special allowance for meeting official expenditure of the employee under section 10 subsection 14(1). Then second one, special allowance for meeting personal expense of employees section 10 subsection 14(2) പ്രകാരമാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യത്തെ കേസ് ആദ്യം പഠിക്കുക. സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലവൻസ് എന്തിനു കൊടുക്കണമാണ്? അവർ ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ ഒരു എംപ്ലോയിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നൊരു അലവൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി നമ്മൾ പറയണത്. ഇതിൽ എത്രയാണ് എക്സംപ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ സ്പെൻഡ് ചെയ്ത് അതാണ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഫുൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈസ് സ്പെൻഡ് ബൈ ദി എംപ്ലോയി. മനസ്സിലായോ? നമുക്ക് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് തന്നിട്ടില്ല, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മാത്രമേ തന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൊത്തം സ്പെൻഡായി എന്ന് ട്രീറ്റ് ചെയ്തിട്ട് അത് എക്സംപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അല്ല, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡും സ്പെൻഡും തന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ കുറവോ അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സംപ്റ്റ് ചെയ്യണത്. ക്ലിയറായോ? അതാണ് മെയിൻ പോയിന്റ് ഇതിൽ പഠിക്കേണ്ടത്. അതിൽ എത്ര തരം എക്സ്പെൻസ് ഉണ്ട്? ഒരു 6 എക്സ്പെൻസാണ് നമ്മൾ പറയണത്. ഞാൻ അവിടെ പറഞ്ഞു വന്നു അല്ലേ, TDCHAU പറഞ്ഞിട്ട് അല്ലേ, താരാദ ചൗധരി ഹാസ് ആൻറ്റി ആൻഡ് അങ്കിൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ടി എന്താണ്? ട്രാവലിംഗ് അലവൻസ്, D ഡെയിലി അലവൻസ് ആണ്, അടുത്തത് കൺവെയൻസ് അലവൻസ് ആണ്, H ഹെൽപ്പർ അലവൻസ് ആണ്, A അക്കാഡമിക് അലവൻസ് ആണ്, U യൂണിഫോം അലവൻസ് ആണ് അല്ലേ. ഈ 6 എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ട്രാവലിംഗ് അലവൻസ് അല്ലേ? ദി അലവൻസസ് ഗ്രാൻറ്റഡ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ഓൺ ട്രാൻസ്ഫർ. The cost of travel on transfer include any sum paid in connection with the transfer, packing and transportation of personal effects on such transfer. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അമർനാഥ് പറഞ്ഞ ഒരാൾ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ആഗ്ര ടു ലക്നൗ. ഹീ ഈസ് ഗ്രാൻറ്റഡ് 2000 as transfer allowance and 500 as rupees for packing etc. He actually spent only rupees 2000. അപ്പോൾ ബാലൻസ് എത്രയാണോ അയാൾക്ക് ഗ്രാൻഡ് ട്രാൻസ്ഫർ അലവൻസ് ആയിട്ട് 2000 രൂപയും പാക്കിംഗ് ആയിട്ട് എന്ത് കൊടുത്തു?
500 രൂപയും കൊടുത്തു അല്ലേ. ടോട്ടൽ അങ്ങനെ അയാൾക്ക് ഗ്രാൻറ്റ് ചെയ്ത് 2500 അയാൾ എത്ര സ്പെൻഡ് ചെയ്തുള്ളൂ? 2000 രൂപയെ ടോട്ടലായി സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ആക്ച്വൽ റിസീവ്ഡും സ്പെൻഡും തമ്മിൽ അല്ലേ. അപ്പോൾ റിസീവ് ചെയ്ത് 2500 പാക്കിങ്ങിന് 500 ട്രാൻസ്ഫർ അലവൻസ് ആയിട്ട് 2000, അങ്ങനെ ടോട്ടൽ 2500 നമ്മൾ സ്പെൻഡ് ചെയ്ത് എത്രയേ ഉള്ളൂ? 2000 രൂപ. ബാലൻസ് 500 ടാക്സ് ചെയ്യുമെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഡെയിലി അലവൻസ്. എനി അലവൻസ് വെദർ ഗ്രാൻറ്റഡ് ഓൺ ടൂർ ഓർ ഫോർ ദ പീരീഡ് ഓഫ് ജേർണി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡെയിലി അലവൻസ് വല്ലതും ഉണ്ടായാൽ അതും എന്താണ്? ടാക്സ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? ദെൻ കൺവേയൻസ് അലവൻസ്. കൺവേയൻസ് അലവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ കൺവേയൻസ് ഫ്രം ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദ എംപ്ലോയി ടു ദ പ്ലേസ് ഓഫ് ഓഫീസ്, അതിന് കൊടുക്കണതാണ് കൺവേയൻസ് അലവൻസ്. പിന്നെ ഹെൽപ്പർ അലവൻസ് പറഞ്ഞാൽ എന്താണ്? എനി അലവൻസ് ഗ്രാൻറ്റഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എ ഹെൽപ്പർ വേർ സച്ച് ഹെൽപ്പർ ഈസ് എൻഗേജ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് അല്ലേ. ഓൺ അക്കൗണ്ട് ഹെവി വർക്ക് ലോഡ് ഉള്ളപ്പോൾ എംപ്ലോയർ എന്ത് പറയും? എംപ്ലോയിയെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പറെ ഗ്രാൻറ്റ് ചെയ്യാം, അയാൾക്ക് ഇത്ര രൂപ നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയാം. അപ്പോൾ നമ്മളൊരു ഹെൽപ്പറെ എന്ത് ചെയ്യാം? ഹെവി വർക്ക് ലോഡുള്ള സമയത്താണ് ഒരു ഒരു ഹെൽപ്പറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആൾക്ക് ഇത്ര രൂപ നമ്മൾ എംപ്ലോയർ തരുന്നത് 500 രൂപയാണ്, നമ്മൾ കൊടുക്കുന്നത് 400 ആണെങ്കിൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഡിഫറൻസ് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആക്ച്വൽ സ്പെൻഡ് അല്ലെങ്കിൽ ആക്ച്വൽ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സെപ്റ്റ് ചെയ്യണത്. ബാക്കി എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം ഓരോ പോയിന്റിലും. മനസ്സിലായോ? ഈ ഹെഡിലെ 6 പോയിന്റിലും നമ്മൾ അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അക്കാഡമിക് അലവൻസ് പറയുമ്പോൾ എനി അലവൻസ് ഗ്രാൻറ്റഡ് ഫോർ എൻകറേജിങ് അക്കാഡമിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ആൾസോ എക്സെപ്റ്റഡ് അപ് ടു ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ റിസർച്ച്. പിന്നെ അടുത്ത് പറയുന്ന യൂണിഫോം അലവൻസ് ആണ്. എനി അലവൻസ് ഫോർ പർപ്പസസ് ഓർ മെയിൻ്റനൻസ് ഓഫ് യൂണിഫോം ഫോർ വെയർ ഡ്യൂറിങ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. യൂണിഫോം അലവൻസ് എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ള യൂണിഫോം അലവൻസ് തന്നാൽ അത് നമ്മളെന്താണ്? ഒഫീഷ്യൽ പർപ്പസിന് കിട്ടുന്നതാണ് അല്ലേ. അതിലും നമുക്ക് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഓർ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഹെഡ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി. അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 14(2) പ്രകാരമാണ്. ഈ അലവൻസ് സച്ച് അലവൻസ് ആർ എക്സെപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി എമൗണ്ട് നോട്ടിഫൈഡ് അല്ലെങ്കിൽ ലിമിറ്റാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സെപ്റ്റ് ചെയ്യണത് അല്ലേ. നമ്മൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ ലിമിറ്റ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സെപ്റ്റ് ചെയ്യണത്. അവിടെ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡിന് ഒരു റിലവൻസും ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അതിൽ ഫസ്റ്റ് വൺ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ആ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പറയണത് ഈസ് എക്സെപ്റ്റ് അപ് ടു ₹100 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. അതാണ് ഓർക്കേണ്ടത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 100 രൂപ വെച്ചിട്ട് പെർ മന്ത്, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് മാക്സിമം എത്ര കുട്ടിക്ക് കിട്ടും? 2 കുട്ടിക്ക് കിട്ടും. ദെൻ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ഈസ് എക്സെപ്റ്റ് അപ് ടു ₹300 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് 300 രൂപ വെച്ച് കിട്ടും ഒരു കുട്ടിക്ക്, അങ്ങനെ 2 കുട്ടിക്കേ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് പറയുമ്പോൾ ആൻ അലവൻസ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ആൻഡ് ദ പ്ലേസ് ഓഫ് ഡ്യൂട്ടി. അതിനാണ് നമ്മളെന്ത് പറയുന്നത്? ഓഫീസ് ടു ഹോമും ഹോം ടു ഓഫീസും. അതാണ് ട്രാൻസ്പോർട്ട് അലവൻസ് പറയുന്നത്. മിനിമം ഓഫ് ദി ഫോളോയിങ് ഷാൾ ബി എക്സെപ്റ്റഡ്. ട്രാൻസ്പോർട്ട് അലവൻസിൽ മിനിമം ഏതാണ്? 2 പോയിന്റ് തരും. അതിൽ ലീസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സെക്കൻഡ് പോയിന്റ് ₹3200. അത് അവൈലബിൾ ടു ബ്ലൈൻഡ്, ഡഫ് ആൻഡ് ഡംബ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇതിലേതാണോ ലെസ് അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സെപ്റ്റ് ചെയ്യണത്. ട്രാവലിംഗ് അലവൻസ് ഫോർ നോർമൽ എംപ്ലോയിക്ക് ഫുള്ളി ടാക്സബിൾ ആണ്. മനസ്സിലായോ? നേരത്തെ ട്രാവലിംഗ് അലവൻസ് ഫോർ നോർമൽ എംപ്ലോയിക്ക് 1600 രൂപ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫിനാൻസ് ആക്ട് 2018 അത് റിമൂവ് ചെയ്തു. ഇപ്പോൾ നോർമൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അത് ഓർത്ത് വയ്ക്കുക. ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എക്സംഷൻ? ബ്ലൈൻഡ്, ഡഫ്, ഡംബ് എംപ്ലോയീസിന്. അത് 3200 അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. അതിൽ ഏതാണോ ലെസ് അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സെപ്റ്റ് ചെയ്യണത്. ദെൻ അടുത്തത് അണ്ടർഗ്രൗണ്ട് അലവൻസ് ആണ് അല്ലേ. നമ്മൾ മൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അലവൻസ് ആയിട്ട് എത്ര എക്സെപ്റ്റ് ചെയ്യും? ഈസ് എക്സെപ്റ്റ് അപ് ടു ₹800 പെർ മന്ത്. ദെൻ അലവൻസ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അല്ലേ. അലവൻസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയി വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം
അല്ലേ? അവർ ഒന്നുമില്ലെങ്കിൽ റെയിൽവേസിലായിക്കോട്ടെ, എയർലൈൻസിലായിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ഏതിലായിക്കോട്ടെ അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റ് ചെയ്യണത്. ഫസ്റ്റ് പോയിന്റ് 70% ഓഫ് അലവൻസ് അല്ലെങ്കിൽ ₹10,000 പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, എക്സംപ്റ്റ് ചെയ്യണത്. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എക്സംപ്ഷൻ വിൽ ബി അലൗഡ് ടു ദി ട്രാൻസ്പോർട്ട് എംപ്ലോയി ഓൺലി വെൻ ദേ ആർ നോട്ട് ഇൻ റിസീപ്റ്റ് ഓഫ് ഡെയിലി അലവൻസ്. അല്ലേ? ഡെയിലി അലവൻസ് കിട്ടാത്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദാറ്റ് ഈസ് അലവൻസ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയി എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നാണ് അവിടെ പറയണത്. പിന്നെ ബോർഡർ ഏരിയ അലവൻസ് ആണ് എക്സംപ്റ്റ് അപ് ടു ₹200 to 1,300 പെർ മന്ത്. അത് വേരി ചെയ്യുന്നു പറഞ്ഞിട്ട്. പിന്നെ ട്രൈബൽ ഏരിയ അലവൻസ് എക്സംപ്റ്റ് അപ് ടു ₹200 പെർ മന്ത്. ദെൻ ഹിൽ ഏരിയ അലവൻസ് ₹300 പെർ മന്ത്. ഐലൻഡ് അലവൻസ് എക്സംപ്റ്റ് അപ് ടു ₹3,250 പെർ മന്ത്. ദെൻ ഹില്ലി ഫീൽഡ് ആക്റ്റീവ് ഏരിയ അലവൻസ് എക്സംപ്റ്റ് അപ് ടു ₹4,200 പെർ മന്ത്. ഇത്രയാണ് നമ്മളുടെ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസ്. ആ പോയിന്റുകളിൽ എമൗണ്ടുകളൊക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായോ? നോട്ട് ചെയ്ത് വയ്ക്കുക, ക്ലിയറായി മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ അലവൻസും ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് കാണാതെ പഠിക്കണം. തിയറി ആയിട്ടും ചോദിക്കുക. പ്രോബ്ലത്തിലും ഈ ഐറ്റംസ് വരുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അതിലൊരു 3 അലവൻസ് ആണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് അലവൻസ് അലവൻസസ് ടു ഗവൺമെൻറ് എംപ്ലോയി പോസ്റ്റിംഗ് അബ്രോഡ്. ദെൻ അടുത്തത് അലവൻസസ് ഗിവൺ ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ്. Then allowances given to the member of UNM, United Nations Organization. അപ്പോൾ ആദ്യത്തെ പറയാം അലവൻസസ് ടു ഗവൺമെൻറ് എംപ്ലോയി ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലേ? അല്ലെങ്കിൽ പോസ്റ്റിംഗ് അബ്രോഡ്. അപ്പോൾ അലവൻസസ് ടു ഗവൺമെൻറ് എംപ്ലോയി ആവണം. അയാൾ ആരാവണം? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവണം, അല്ലേ? പോസ്റ്റിംഗ് അബ്രോഡ് ആണ്. അയാൾക്ക് ഔട്ട്സൈഡിൽ കൊടുക്കണ അലവൻസസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 7 പ്രകാരം, അല്ലേ? അല്ല, ഇന്ത്യയിലാണെങ്കിൽ അയാളുടെ ആ എക്സ്പെൻസസ് ഫുള്ളി ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 7 പ്രകാരം എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് അലവൻസസ് ഗിവൺ ടു സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ട് ജഡ്ജസിനും കൊടുക്കുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ അലവൻസസ് ഗിവൺ ടു ദി മെമ്പർ ഓഫ് UNM, അല്ലേ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ മെമ്പേഴ്സിന് കൊടുക്കുന്ന അലവൻസും എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ 3 എക്സംപ്റ്റഡ് അലവൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അലവൻസസ് ഗിവൺ ടു ഗവൺമെന്റ് എംപ്ലോയി posting abroad. Then allowances given to Supreme Court or High Court judges. Then third one, allowances given to member of the UNM.